ഹലോ, ഹാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണേ. അതിനായി പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത പൈനാപ്പിൾ ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത പൈനാപ്പിൾ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് നോക്കിയിട്ട് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായി ഇതൊന്ന് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് തേങ്ങ, ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക്, ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഈ അരപ്പ് നമുക്ക് വേവിച്ചെടുത്ത പൈനാപ്പിളിലേക്ക് ചേർക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തൈര് കൂടെ ചേർക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കറിവേപ്പും ചുവന്ന മുളകും ചേർക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ടേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.